അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ പൊന്നൂൻ്റെ 2 മക്കൾക്ക് 2 സൈക്കിൾ വാങ്ങിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വണ്ടി എടുക്കണ്ട, നമുക്ക് ഓട്ടോയിൽ പോകാമെന്ന്. അപ്പോൾ അവൾ ഓട്ടോ വിളിക്കുകയാണ്. അപ്പോൾ അവന്മാർ അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അറിഞ്ഞിട്ടില്ല, പക്ഷേ അവന്മാരെങ്ങനെയോ അറിഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആട്ടോയിൽ എൻ്റെ കാര്യം പറഞ്ഞിട്ട് പോവുകയാണ്. അവന്മാർ കേട്ടിട്ടില്ല, പക്ഷേ സംശയം ഉണ്ടോ എന്ന് അറിയത്തില്ല എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ കൊട്ടിയത്തുള്ളൊരു സൈക്കിൾ കടയിലാണ് കേട്ടോ പോയത്. ചെന്നപ്പോൾ പല ടൈപ്പുള്ള സൈക്കിളുകൾ, ലേഡീസ് കൊച്ചുങ്ങളുടെ പെൺപിള്ളേരുടെയും ആൺപിള്ളേരുടെയൊക്കെ ഉണ്ട്. പിന്നെ ഫെസിലിറ്റീസ് കൂടുതലുള്ള സൈക്കിളുകളുണ്ട്. അപ്പോൾ ഏത് വേണമെന്നുള്ള കൺഫ്യൂഷനിലാണ്. പൊക്കവും ഹൈറ്റും പ്രായമൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓരോന്നൊക്കെ നോക്കുകയാണ്. ലേഡി ബെഡ് ഇതിനൊക്കത്തെയാണ് കേട്ടോ കല്യാണിയുടെ ഇരിക്കുന്നത്. പിന്നെ ഒരു സൈക്കിൾ ഒറ്റപ്പെട്ട അവിടെ ഇരിപ്പുണ്ടായിരുന്നു. എന്തെങ്കിലും പ്രത്യേകത കാണും. പിന്നെ ഓരോന്നിൻ്റെ റേറ്റ് ചോദിച്ചറിഞ്ഞ് അണ്ണനെ വിളിച്ച് പറഞ്ഞിട്ട് അവൾ നോക്കുകയാണ്. പിന്നെ ഹെൽമെറ്റുകളുണ്ടായിരുന്നു കേട്ടോ അവിടെ പല നിറത്തിലുള്ള. അപ്പോൾ അതിൻ്റെയൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ 2 സൈക്കിൾ ഫൈനലൈസ് ചെയ്തു കേട്ടോ. അപ്പോൾ അത് അവന്മാരെ വിളിച്ച് അഭിപ്രായം ചോദിക്കാനും പറ്റത്തില്ലല്ലോ. അപ്പോൾ അത് 2 നമ്മൾ എങ്ങനെയെങ്കിലും സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ATMലൊന്ന് പോകണം കേട്ടോ പൈസ എടുക്കാനായിട്ട്. അപ്പോൾ ATMലൊക്കെ പോയി പൈസ എടുക്കുന്നതിന് മുമ്പ് വിളിച്ചൊന്നും കൂടെയൊക്കെ കൺഫേം ആക്കി. പിന്നെ നമ്മൾ കാറ്റൊക്കെ അടിച്ച് ബെല്ലൊക്കെ വെച്ച് സെറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ അത് ആ സമയത്ത് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ATMൽ നിന്ന് പൈസയൊക്കെ എടുത്തിട്ട് വന്നു കേട്ടോ. അപ്പോൾ ബെല്ലൊക്കെ സെറ്റ് ചെയ്ത് കാറ്റൊക്കെ അടിച്ച് ലോക്കൊക്കെ തന്ന് അങ്ങനെ പമ്പൊക്കെ തന്ന് അങ്ങനെയൊക്കെ എല്ലാമൊക്കെ സെറ്റായി. പിന്നെ ഗ്യാരണ്ടി വാറണ്ടി പേപ്പറൊക്കെ വാങ്ങിച്ചതായി. മഞ്ഞ കളറാണ് കേട്ടോ പമ്പ്. അങ്ങനെ ലാസ്റ്റ് ഞങ്ങളത് പുറത്തോട്ട് വെച്ച് പിന്നെ അവർ തന്നെ ഡ്രൈവറും അവിടുത്തെ ആളും കൂടെ ചേർന്ന് നമുക്ക് മുകളിൽ കെട്ടി വെച്ച് തന്നു കേട്ടോ. അപ്പോൾ അകത്തും നല്ല റെഡിയാക്കി നമുക്ക് കൊണ്ടുവരാൻ പാകത്തിനുള്ള രീതിക്ക് അവർ സെറ്റ് ചെയ്ത് തന്നു. പിന്നെ നമ്മൾ കൊണ്ടുവന്ന് നമ്മൾ എൻ്റെ വീടിൻ്റെ ആ ഭാഗത്താണ് കേട്ടോ ഇറക്കിയത്. എന്നിട്ട് അവന്മാരെ വിളിച്ച് വരുത്താം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു. അപ്പോൾ അവന്മാർ വന്ന എക്സ്പ്രഷനൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ അവന്മാർ ചവിട്ടിയൊക്കെ നോക്കി പിന്നെ അമ്മയും മക്കളും കൂടെ പോവുകയാണ്.